നമസ്കാരം. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റിനെ കുറിച്ചും അതിന്റെ റിസ്കുകളെക്കുറിച്ചും സെക്യൂരിറ്റിയെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചുമാണ് സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗോൾഡ് ഭാവിയിലേക്കുള്ള നല്ലൊരു നിക്ഷേപ മാർഗമാണോ എന്നതിനെ കുറിച്ചാണ്. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ നിങ്ങളിലേക്ക് പറയട്ടെ. ഞാനൊരു സാമ്പത്തിക വിദഗ്ധനോ അല്ലെങ്കിൽ സാമ്പത്തിക വിഷയങ്ങളിൽ ഉപദേശം നൽകാൻ ലൈസൻസ് ഉള്ള ആളോ അല്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാമൂഹിക ഉത്തരവാദിത്വം മാത്രമാണ് ഞാൻ ഇവിടെ നിർവഹിക്കുന്നത്. അത് കൂടുതൽ ആളുകൾക്ക് ഉപകരിക്കട്ടെ എന്ന നിലയ്ക്കാണ് ഈ പ്ലാറ്റ്ഫോമും തന്നെ ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നിലയ്ക്ക് വിശദമായ പഠനങ്ങൾ നടത്തണം. അതിനനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. ഗോൾഡ് നീണ്ടകാലത്തേക്ക് നിക്ഷേപം നടത്താൻ പറ്റിയ നല്ലൊരു മാർഗമാണോ എന്നതിനെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നീണ്ട കാലത്തേക്ക് അത് എത്രമാത്രം റിട്ടേൺ തരുമെന്നും ഈ റിട്ടേൺ ഇൻഫ്ലേഷൻ എത്രമാത്രം ബീറ്റ് ചെയ്യും എന്നുള്ളതാണ് അവർക്കിടയിലുള്ള ചർച്ച. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് നീണ്ട കാലത്തേക്ക് നല്ല റിട്ടേൺ തരും എന്ന് അഭിപ്രായമുള്ളവർ പറയുന്നത് ഗോൾഡ് മൈനുകളിൽ ഗോൾഡിന്റെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് എടുക്കാനുള്ള ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയും ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് ഉപയോഗിക്കുന്ന രണ്ട് രാജ്യങ്ങൾ. ഈ നാടുകളിലെ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് അതിന്റെ ആവശ്യക്കാർ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു വശത്ത് അതിന്റെ ആവശ്യക്കാർ കൂടുകയും അതിന്റെ ഡിമാൻഡ് കൂടുകയും മറുവശത്ത് അതിന്റെ ലഭ്യത കുറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഗോൾഡിന്റെ വില കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഗോൾഡ് നല്ലൊരു റിട്ടേൺ തരും എന്നാണ് ഇത്തരം ആളുകളുടെ അഭിപ്രായം. എന്നാൽ മറ്റൊരു വിഭാഗം വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഗോൾഡ് ഒരു നീണ്ട കാലത്തേക്ക് അത്ര നല്ലൊരു റിട്ടേൺ തരില്ല എന്നുള്ളതാണ്. അതിനായി അവലംബിക്കുന്നത് ഗോൾഡിന്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ്. കഴിഞ്ഞ ഒരു 20 വർഷത്തെ ഗോൾഡിന്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ എടുത്തു നോക്കുകയാണെങ്കിൽ 2001 ഇന്റർനാഷണൽ മാർക്കറ്റ് ഒരു ഔൺസ് ഗോൾഡിന് $310 വില. അത് ഇന്ന് $1757 എന്ന് പറഞ്ഞ ആനുവൽ ഗ്രോത്ത് റേറ്റ്, അതായത് വാർഷിക വളർച്ച ഏകദേശം 9% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷനും ഏതാനും പോയിന്റുകൾ മാത്രമേ അധികമുള്ളൂ അതിന്റെ വളർച്ചയിൽ. ഇനി കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഡാറ്റ എടുത്തു നോക്കിയാലും ഏകദേശം ഇതേ വളർച്ച തന്നെ ഗോൾഡിന് ഉണ്ടായിട്ടുള്ളൂ. 1974 ശേഷം, അതായത് ഗോൾഡ് ഒരു കൊമോഡിറ്റി ആയിട്ട് പരിഗണിക്കാൻ തുടങ്ങിയതിന് ശേഷം, അതിനു മുമ്പ് ഗോൾഡ് കറൻസിയുമായി ലിങ്ക്ഡ് ആയിരുന്നു. 1974 ശേഷം ഗോൾഡ് പ്രൈസിൽ കാര്യമായ വർധനയുള്ളത് 3 വർഷങ്ങളിലാണ്. 1980-ലും 2008-നും 2011-നും അടക്കം ഇപ്പൊ 2020-ലും. ഈ 3 വർധനയും തന്നെ അന്നത്തെ സാഹചര്യങ്ങളായിട്ട് ബന്ധമുണ്ട്. 1980-ലാണ് ഇറാൻ ഇറാഖ് യുദ്ധം ഉണ്ടായത്. അന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ ലഭ്യതയിൽ വലിയ കുറവുണ്ടായി. അത് മിക്ക രാജ്യങ്ങളുടെയും സാമ്പത്തിക അവസ്ഥയെ കാര്യമായി ബാധിച്ചു. പിന്നെ ഗോൾഡ് പ്രൈസ് കൂടിയുള്ള ഒരു കാലഘട്ടമായിരുന്നു 2008-നും 2011-നും ഇടക്കുണ്ടായ സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലഘട്ടത്തിൽ. പിന്നെ ഇപ്പൊ ഈ 2020-ല് കൊറോണയുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രതിസന്ധി കാലഘട്ടത്തിലാണ് സ്വർണത്തിന്റെ വിലയിൽ കാര്യമായ വർധനയുണ്ടായത്. ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ സ്വർണത്തിന്റെ വിലയിൽ കാര്യമായ വർധന ഉണ്ടാകാൻ കാരണം അന്നെല്ലാം സ്റ്റോക്ക് മാർക്കറ്റും റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റും കറൻസി മാർക്കറ്റും കൊമോഡിറ്റീസ് മാർക്കറ്റും എല്ലാം തന്നെ പ്രതിസന്ധികൾ നേരിട്ട കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ മാർക്കറ്റുകളിൽ ട്രേഡ് ചെയ്യുന്നവര് അവരുടെ ക്യാഷ് കുറെ കൂടി സേഫായ ഗോൾഡിൽ കൊടുത്തിട്ട് തൽക്കാലത്തേക്ക് പാർക്ക് ചെയ്തതായിരുന്നു. പിന്നെ ഇത്തരം മാർക്കറ്റുകളുടെ പ്രതിസന്ധി നീങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും തന്നെ ഇവരെല്ലാം തന്നെ ഗോൾഡ് ഡിസ്പോസ് ചെയ്ത് ഈ ഫണ്ട് കൊണ്ട് അവർ അവരുടേതായ മാർക്കറ്റുകളിലേക്ക് നീങ്ങുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ചാർട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഗോൾഡിന്റെ പ്രൈസ് വീണ്ടും തന്നെ ഇടിയുകയാണ് ഉണ്ടായത്. ഇനി ഇന്ത്യയിലെ ഗോൾഡ് റേറ്റ് നോക്കുകയാണെങ്കിലും ഏകദേശം കഥകളെല്ലാം ഇത് തന്നെയാണ്. 2001 മുതൽ 2021 വരെയുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഗോൾഡ് പ്രൈസിന്റെ വാർഷിക വളർച്ച ഏകദേശം 11.5 അതായത് ഇന്റർനാഷണൽ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു വളർച്ച അധികമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ കഴിയും. ഇതിന് മുഖ്യമായ കാരണം ഗോൾഡ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന ഇറക്കുമതി ഡ്യൂട്ടിയാണ്. അത് 2013 അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ശ്രീ പി ചിദംബരം ഡോളറുമായുള്ള ഇന്ത്യൻ കറൻസിയുടെ തകർച്ച പിടിച്ചു നിർത്താൻ വേണ്ടിയും ഇന്ത്യയിലേക്കുള്ള സ്വർണത്തിന്റെ ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയാണ് പടിപടിയായി 10% അന്നത്തെ കസ്റ്റംസ് ഡ്യൂട്ടി ഉയർത്തിയത്. ഇന്ത്യയുടെ കറൻസി ഡോളറുമായുള്ള തുടർച്ചയായ ഇടിവിന് കാരണം ഇന്ത്യ പലതും കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിലും ശരി, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിനും ഗോൾഡിനും കൊടുക്കേണ്ടി വരുന്ന കാശ് നമുക്ക് കയറ്റുമതിയിലൂടെ കിട്ടുന്ന ക്യാഷിലും ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്നും തന്നെ ഇന്ത്യയിലേക്ക് ഗോൾഡ് ഇറക്കുമതി ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്താനേ ശ്രമിക്കുകയുള്ളൂ. 2019 ശ്രീമതി നിർമ്മല സീതാരാമന് ഗോൾഡിന് ഇറക്കുമതി കൊടുക്കേണ്ട ഡ്യൂട്ടി 10% നിന്നും 12% ഇത് പക്ഷേ ഇന്ത്യയിലേക്കുള്ള ഗോൾഡിന്റെ സ്മഗ്ലിംഗ് കാര്യമായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പല എയർപോർട്ടുകൾ വഴിയും തന്നെ കോടികളുടെ സ്വർണം ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി. കാരണം സ്മഗ്ലിംഗ് വഴി ഗോൾഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ
ഗ്യാരണ്ടീഡ് ആയുള്ള 12% പ്രോഫിറ്റ് അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ സ്മഗ്ലിംഗ് കാര്യമായി വർദ്ധിച്ചപ്പോൾ അത് വീണ്ടും തന്നെ 7% കുറച്ചു. അങ്ങനെ ഇറക്കുമതിക്ക് കൊടുക്കേണ്ട ഡ്യൂട്ടിയും അഗ്രികൾച്ചർ സെസ്സും മറ്റ് എക്സ്പെൻസ് എല്ലാം കൂടി കൂട്ടി ഇന്ന് ഗോൾഡ് ഇറക്കുമതി ചെയ്യുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന ഡ്യൂട്ടി 10.75%. എന്നാൽ ഇന്നും തന്നെ സ്മഗ്ലിംഗിൽ കാര്യമായി കുറവില്ലാത്ത കാരണത്താൽ ഈ ഡ്യൂട്ടി ഇനിയും തന്നെ കുറച്ചേക്കാം. കാരണം ഗോൾഡ് സ്മഗ്ലേഴ്സിന് ഇപ്പോഴും തന്നെ 10% മേലെ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അവർ ഇങ്ങനെ കൊണ്ടുവരുന്ന ഗോൾഡ് കൊടുക്കുന്നത് കള്ളപ്പണം സൂക്ഷിക്കുന്ന ആളുകൾക്കാണ്. നോട്ട് നിരോധനത്തിന് ശേഷം കള്ളപ്പണം സൂക്ഷിക്കാൻ അവർ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗമാണ് ഗോൾഡ്. അത് കാരണത്താല് ഇത്തരം ഗോൾഡ് സ്മഗ്ലേഴ്സ് ഇങ്ങനെ കള്ളപ്പണം സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഗോൾഡ് വിൽക്കുന്നത് മാർക്കറ്റ് വിലയിലും കൂടിയ വിലക്കാണ്. അങ്ങനെ സ്മഗ്ലേഴ്സിന് 2 വിലക്കാണ് ലാഭം. ഒന്ന്, ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഈ ഡ്യൂട്ടിയും അവർക്ക് ലാഭമാണ്. പിന്നെ മാർക്കറ്റ് വിലയിലും കൂടിയ വിലക്കാണ് ഇത്തരം ബ്ലാക്ക് മണി സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഇത് വിൽക്കുന്നത്. സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇന്റർനാഷണൽ ഗോൾഡ് പ്രൈസും ഇന്ത്യൻ ഗോൾഡ് പ്രൈസും തമ്മിലുള്ള ഈ വിലയിലുള്ള വ്യത്യാസം ഇത് അധികാലം ഇങ്ങനെ നിലനിൽക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലെ ഗോൾഡ് പ്രൈസ് മുഖ്യമായും അവലംബിക്കുന്നത് 3 ഘടകങ്ങളെയാണ്. ഒന്ന്, ഇന്റർനാഷണൽ മാർക്കറ്റിലെ ഗോൾഡ് പ്രൈസ് തന്നെ. രണ്ടാമതുള്ളത് ഇന്ത്യൻ കറൻസിയും ഡോളറും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റുള്ള വ്യത്യാസം. മൂന്നാമത് ഇന്ത്യയിലേക്ക് ഗോൾഡ് ഇറക്കുമതി ചെയ്യുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന ഈ കസ്റ്റംസ് ഡ്യൂട്ടിയും. അതിലെ ഒന്നാമത്തെ ഘടകമായ ഇന്റർനാഷണൽ മാർക്കറ്റിലെ ഗോൾഡ് പ്രൈസ് അത് അങ്ങനെ തന്നെ നിലനിൽക്കും. കാരണം ഇന്ത്യയിലെ ഗോൾഡ് മൈനിങ് വളരെ കുറവാണ്. അത് ഇന്ത്യയിലെ ആവശ്യങ്ങൾക്ക് തികയില്ല. അത് കാരണത്താൽ തീർച്ചയായും തന്നെ ഇന്ത്യയിലേക്ക് ഗോൾഡ് ഇറക്കുമതി ചെയ്യുക തന്നെ വേണം. പിന്നുള്ളത് US ഡോളറുമായി ഇന്ത്യൻ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റുള്ള വ്യത്യാസമാണ്. അത് ഇപ്പോഴുള്ള സാഹചര്യം എന്താണെന്നുണ്ടെങ്കിൽ കയറ്റുമതിയിലൂടെ ഇന്ത്യക്ക് കിട്ടുന്ന ക്യാഷിലും ഒരുപാട് കൂടുതലാണ് ഇറക്കുമതിയിലൂടെ ഇന്ത്യ പുറത്തേക്ക് കൊടുക്കേണ്ട ക്യാഷ്. അതിലും തന്നെ മുഖ്യമായ ഒരു ഭാഗം പോകുന്നത് ക്രൂഡ് ഓയിലിനാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് EV ഇലക്ട്രിക്കൽ വെഹിക്കിളുടെ ഉപയോഗത്തിന് പ്രോത്സാഹനം നൽകിയിട്ടും അതുപോലെ എഥനോളിന്റെ ഉപയോഗം വർദ്ധിപ്പിച്ചിട്ടും ക്രൂഡ് ഓയിലിന്റെ ഉപയോഗം ക്രമേണ കുറച്ചുകൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പോലുള്ള സ്കീമുകൾ നൽകി ഇൻഡസ്ട്രികളിലും തന്നെ അവരുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രൊഡക്ഷൻ വർദ്ധിച്ച് അതിലൂടെ എക്സ്പോർട്ടും വർദ്ധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലേക്കുള്ള ക്യാഷിന്റെ ഇൻഫ്ലോ വർദ്ധിക്കുകയും ക്രൂഡ് ഓയിലിന്റെ ഇമ്പോർട്ട് കുറക്കുന്ന മുഖേനയുള്ള ക്യാഷിന്റെ ഔട്ട്ഫ്ലോ കുറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രമേണ ഇന്ത്യൻ കറൻസി ശക്തിപ്പെട്ടു വരാനാണ് സാധ്യത. അതിന്റെ കൂടെ തന്നെ മൂന്നാമത്തെ ഘടകമായ സ്വർണത്തിന്റെ ഇറക്കുമതി ഡ്യൂട്ടിയും തന്നെ ഗവൺമെന്റ് ക്രമേണ കുറച്ചു കൊണ്ടുവരും. അങ്ങനെ ക്രമേണ ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള ഗോൾഡിന്റെ പ്രൈസും ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഗോൾഡിന്റെ പ്രൈസും തമ്മിലുള്ള ഈ വ്യത്യാസം ചുരുങ്ങി വരും. ഇത്രയും പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഗോൾഡ് നീണ്ട കാലത്തേക്ക് എത്രമാത്രം റിട്ടേൺ തരുമെന്നും ഇന്റർനാഷണൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ഗോൾഡിന്റെ പ്രൈസിൽ എത്രമാത്രം വ്യത്യാസമുണ്ടെന്നും അതിനുള്ള കാരണങ്ങൾ എന്തായിരിക്കുമെന്നും ഇനി ഭാവിയിൽ ഇന്ത്യയിൽ ഗോൾഡിന്റെ പ്രൈസ് എന്തായിരിക്കുമെന്നും എല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കി. ഇനിയുള്ള ഭാഗങ്ങളിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന വ്യത്യസ്ത മാർഗങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ നമുക്ക് സംസാരിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.